ഹായ് ഓൾ ഏണസ്റ്റ് അക്കാഡമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വളരെ പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനാണ് വന്നിരിക്കുന്നത്. മറ്റൊന്നുമല്ല, സയൻറ്റിഫിക് ഓഫീസർ ഫിസിക്സ് ബാക്ക്ഗ്രൗണ്ട് ഉള്ളവർക്ക് വേണ്ടി കേരള പോലീസിലേക്ക് ഒരു റിക്രൂട്ട്മെൻറ്റ് നടക്കുന്നു. പ്രത്യേകിച്ചും ഈ ഒരു തസ്തികയിലേക്ക്. ഈ നോട്ടിഫിക്കേഷൻ വന്നത് 636/2023 എന്ന കാറ്റഗറി നമ്പറിലാണ്. അതിൻ്റെ ഡേറ്റ് വന്നിരിക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെ നമ്മൾ ആ പരീക്ഷയുടെ സിലബസിലേക്കൊന്ന് കണ്ണോടിക്കാൻ പോവുകയാണ്. ഏതാണ്ട് 10 ഭാഗങ്ങളായിട്ട് തിരിച്ചിരിക്കുന്ന ഈ ഒരു പരീക്ഷയിൽ പൂർണ്ണമായിട്ടും ഫിസിക്സ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുള്ള ചോദ്യങ്ങൾ മാത്രമാണ് ഉൾപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആ സിലബസ് എന്താണെന്നും ഏത് രീതിയിലാണെന്നും ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ആദ്യമായിട്ട് ഈ സിലബസിലേക്ക് വരുമ്പോൾ ആദ്യത്തെ ഏരിയ എന്ന് പറഞ്ഞാൽ ക്ലാസിക്കൽ മെക്കാനിക്സ് ആണ്. ക്ലാസിക്കൽ മെക്കാനിക്സിന് പ്രധാനമായിട്ടും 10 മാർക്കാണ്, അതായത് ഈക്വൽ 10 മാർക്കാണ് ഇതിൻ്റെ 10 സെക്ഷൻസിൽ അവർ ക്യാരി ഓവർ ചെയ്യുന്നത്. രണ്ടാമതെന്ന് പറയുന്നത് മാത്തമാറ്റിക്കൽ മെത്തേഡ്സ് ആൻഡ് ഗ്രൂപ്പ് തിയറി എന്നുള്ള ഏരിയയാണ്. ഇവിടെയും 10 മാർക്ക് തന്നെ ക്യാരി ഓവർ ചെയ്യുന്നു എന്നത് പ്രത്യേകതയാണ്. അടുത്തത് മൂന്നാമത്തെ ഏരിയയാണ്. മൂന്നാമത്തത് ഇലക്ട്രോണിക്സ് ആണ്. ഇലക്ട്രോണിക്സും 10 മാർക്കാണ് ക്യാരി ഓവർ ചെയ്യുന്നത്. സെപ്പറേറ്റ്ലി 10 മാർക്ക് എന്ന് ഞാൻ പറയുന്നില്ല, എല്ലാ ഏരിയയ്ക്കും 10 മാർക്ക് ഈക്വൽ വെയിറ്റേജ് ആണ് കടന്നു പോകുന്നത്. ഇനി അടുത്തത് ക്വാണ്ടം മെക്കാനിക്സ് ആണ്. അത് ക്വാണ്ടം മെക്കാനിക്സിൽ നിന്നും അതേ വെയിറ്റേജ് തന്നെ കവർ ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും. ദെൻ സ്റ്റാറ്റിക്കൽ മെക്കാനിക്സ് ആണ് അഞ്ചാമത്തെ ഏരിയ എന്ന് പറയുന്നത്. ആറാമത്തേത് പറഞ്ഞത് ന്യൂക്ലിയർ ആൻഡ് പാർട്ടിക്കിൾ ഫിസിക്സ് ആണ്. ഏഴാമത്തേത് സോളിഡ് സ്റ്റേറ്റ് ഫിസിക്സ് ആണ്. എട്ടാമത്തേത് അറ്റോമിക് ആൻഡ് മോളിക്കുലർ സ്പെക്ട്രോസ്കോപ്പി എന്ന ഏരിയയാണ്. ദെൻ ഒമ്പതാമതായി വരുന്നത് മൈക്രോ പ്രൊസസർ എന്ന് പറയുന്ന ഒരു മേഖലയാണ്. പത്താമത്തേന്ന് പറയുന്നത് ലേസേഴ്സ് ആൻഡ് ഫൈബർ ഓപ്റ്റിക്സ് എന്ന് പറയുന്ന സെക്ഷനാണ്. അങ്ങനെ 10 മേഖലകളിൽ ഒതുങ്ങി നിൽക്കുന്ന ഒരു എക്സാമിനേഷനാണ് ഈ ഒരു പരീക്ഷയ്ക്കായിട്ട് വരുന്നതെന്ന് ഓർത്തിരിക്കുക. അതായത് പരീക്ഷയുടെ ഡേറ്റ് എത്തിക്കഴിഞ്ഞു. പരീക്ഷയുടെ ഡേറ്റ് എന്ന് പറയുന്നത് 29/11/2024 അതായത് അധിക സമയമൊന്നും മുമ്പിലില്ല, പക്ഷേ പഠിച്ചു തുടങ്ങേണ്ടുന്ന സമയമാണ്. വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു സിലബസ് ആണ്, സബ്ജക്റ്റ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു സിലബസ് ആണ് എന്ന് എടുത്തു പറയേണ്ടതില്ലല്ലോ. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുക, വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ട ഒരു സമയമാണ്. നിങ്ങളുടെ പഠനം വളരെ പൂർത്തീകരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കരിയറിലേക്ക് കിട്ടാൻ പോകുന്നത് ഒരു വളരെ വലിയ ഒരു അച്ചീവ്മെന്റ് തന്നെയാണ്. കേരള പോലീസിന് തന്നെ ഭാഗമായിട്ടുള്ള ഒരു വലിയ തസ്തികയാണ്. നല്ല ശമ്പളത്തോടുകൂടി നല്ല ബഹുമാനത്തോടുകൂടി ജോലി ചെയ്യാവുന്ന ഒരു വലിയ ഒരു പൊസിഷനാണ് നിങ്ങളെ തേടിയെത്തുന്നത്. ഈ പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഏണസ്റ്റ് അക്കാഡമിയുടെ സയൻറ്റിഫിക് ഓഫീസർ ഫിസിക്സ് എന്ന് പറയുന്ന അതിൻ്റെ കോഴ്സ് വളരെ വിജയകരമായി തന്നെ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കോഴ്സുകൾ കേരളത്തിൽ നിന്ന് ഏറ്റവും ക്വാളിറ്റിയുള്ള കോഴ്സുകളാണ്. ഏറ്റവും സ്മാർട്ടായ രീതിയിലാണ് നമ്മൾ നമ്മുടെ കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ പരീക്ഷയുടെ ഡേറ്റ് എത്തി ഈ സമയത്ത് ഒട്ടും വൈകിട്ടില്ല. നിങ്ങൾ നിങ്ങളുടെ പ്രിപ്പറേഷൻ വളരെ പെട്ടെന്ന് തുടങ്ങുക. അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് ഏണസ്റ്റ് അക്കാഡമിയിൽ ജോയിൻ ചെയ്യുക എന്നുള്ളതാണ്. നമ്മുടെ കോഴ്സിൻ്റെ പ്രത്യേകതകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ കൃത്യതയുള്ള ക്ലാസ്സുകളാണ്. ലൈവ് പ്ലസ് റെക്കോർഡഡ് ക്ലാസ്സുകളാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. കേരളത്തിൻ്റെ ഏത് ഭാഗത്തിരുന്ന് നിങ്ങൾക്ക് ഈ വീഡിയോസ് കാണുവാനും ക്ലാസ്സിൽ പങ്കെടുക്കുവാനും പറ്റും എന്നുള്ളതാണ് ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. രണ്ടാമതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ഡൗട്ട് ക്ലിയറൻസിന് വേണ്ടി 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഒരു ഡൗട്ട് ക്ലിയറൻസ് ലൈവ് ഡൗട്ട് ക്ലിയറൻസ് സെഷൻസ് ഉണ്ട്. മൂന്നാമത് നിങ്ങളുടെ ഏത് ഗ്രീവൻസസും പരിഹരിക്കുന്നതിന് ഓപ്പൺ പ്ലാറ്റ്ഫോം ഫോറം ഉണ്ട്. അതിലൂടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും നോട്ട് ചെയ്യുവാനോ അതിനുടൻ തന്നെ പരിഹാരം കാണുവാനോ ഉള്ളൊരു സംവിധാനം നമ്മൾ ചെയ്യുന്നുണ്ട്. പിന്നെ നിങ്ങളെ ഗൈഡ് ചെയ്യുന്നതിനായിട്ട് വ്യത്യസ്ത പരീക്ഷകളിൽ, ഈ പരീക്ഷ ഉൾപ്പെടെ വ്യത്യസ്ത പരീക്ഷകളിൽ റാങ്ക് ജേതാക്കളായിട്ടുള്ള മെന്റേഴ്സ് ആയിരിക്കും നിങ്ങളെ ഗൈഡ് ചെയ്യുന്നത്. അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എപ്പോഴും നിങ്ങളുടെ കോഴ്സിൽ അത് റിഫ്ലക്ട് ചെയ്യുന്നതാണെന്ന് ഓർത്തിരിക്കുക. അപ്പം എന്തുകൊണ്ടും എത്രയും പെട്ടെന്ന് നിങ്ങൾ ഈ കോഴ്സിൽ ജോയിൻ ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായ കാര്യം. ഇനി ഈ കോഴ്സിനെ പറ്റി അറിയുന്നതിനും ഈ വീഡിയോയുമായിട്ട് ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ ഈ കോഴ്സുമായി ബന്ധപ്പെട്ടോ ഇൻസ്റ്റിറ്റ്യൂട്ടുമായി ബന്ധപ്പെട്ടോ എന്ത് സംശയമുണ്ടെങ്കിലും താഴെയുള്ള ഗൂഗിൾ ഫോം നിങ്ങൾ ഫില്ല് ചെയ്യുക. ഇല്ലെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്. നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങൾക്കും അല്ലെങ്കിൽ നിങ്ങളുടെ എല്ലാ എക്സാമുമായിട്ട് ബന്ധപ്പെട്ടോ അക്കാഡമിക്സുമായിട്ട് ബന്ധപ്പെട്ട എന്തൊരു പ്രശ്നത്തിനും പരിഹാരം നമുക്ക് കാണാവുന്നതാണ്. മറ്റൊരു വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.